സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമൻ ഡ്രീംസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടയിലാണ്. അപ്പോൾ അതിൻ്റെ തീരത്ത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച കുറേ കുട്ടികൾ അവിടെ നിന്ന് അവിടെ എല്ലാം പരിസരം വൃത്തിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ അടൂർ മണക്കാരയുള്ള സെമിനാരി കോളേജിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ആ പരിസരം എല്ലാം വൃത്തിയാക്കിയാണ്. അവർ പഠനത്തോടൊപ്പം ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള ഒരു രീതിയിൽ ഇത് വളരെ വൃത്തിയായി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകം നമുക്ക് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അവരൊരു സാമൂഹിക സേവനം എന്നതിലുപരി വളരെ ആത്മാർത്ഥതയോടുകൂടിയും വൃത്തിയോടുകൂടിയും ആ കാര്യം കൃത്യമായി ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അവർ ഏകദേശം വൃത്തിയാക്കൽ എന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ വൃത്തിയാക്കിയിട്ടുണ്ട് ആ പരിസരമെല്ലാം. അവർ പഠിക്കുന്നത് പ്രാവർത്തികമാക്കുക കൂടി ചെയ്യുകയാണ് ഇതിലൂടെ അവർ ചെയ്ത് കാണിച്ചു തരുന്നത്. അവർ കൂടെയുള്ള അധ്യാപകനാണ് അതിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അപ്പം അതിനുശേഷം ഞാൻ ആ കുട്ടികൾ അവിടെ നിന്ന് ഈ വൃത്തിയാക്കുന്ന വീഡിയോ ആണ് ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. വളരെ യാദൃച്ഛികമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് കാണാനിടയായ ഒരു കാഴ്ചയാണത്. പക്ഷേ ആ കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ആ പരിസരവും എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ രാവിലെ നേരത്തെ മറ്റോ എത്തിയതാണ് അവിടെ. അപ്പം അത് ആ പരിസരവും ആ കാണുന്നത് എല്ലാവരും വൃത്തിയാക്കി അവിടെയുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ പ്രത്യേകം വേസ്റ്റുകൾ ശേഖരിച്ച് അത് ചാക്കുകളിലാക്കി ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി അവരത് കളക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയതും. അതിനുശേഷം ഞാൻ നമ്മുടെ തടാകത്തിൻ്റെ തീരത്തേക്ക് പോയി. നമ്മുടെ ഈ തടാകത്തിൻ്റെ തീരത്ത് തന്നെയാണ് അവിടുത്തെ ശാസ്താ ക്ഷേത്രവും ദേവസ്വം ബോർഡ് കോളേജും ഉള്ളത്. അതിൻ്റെ കടവാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അനുബന്ധിച്ച് തന്നെ അതിൻ്റെ പരിസരത്ത് തന്നെ ഒരു സ്റ്റേജും അതിന് ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും മറ്റും ഉണ്ട്. അതിൻ്റെ തീരത്തുള്ള വള്ളക്കടവാണ് ആ കാണുന്നത്. അപ്പം അക്കരെ നിന്ന് ആളുകൾക്ക് ഇക്കരയോട്ട് ഇറങ്ങുന്നതിനും ഇവിടെ നിന്ന് അക്കരയോട്ട് ഇറങ്ങുന്നതിനും ഉള്ള ഒരു സൗകര്യം അവിടെ നമുക്ക് ഉണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു വ്യൂ പോയിൻ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മുളയും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു തടാക തീരമാണത്. അതിനടുത്ത് നിന്നാൽ തന്നെ നമുക്ക് എത്ര തന്നെ ചൂടോ വെയിലോ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യില്ല. നല്ല ഒരു തണുത്ത ഒരു ക്ലൈമറ്റാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. കാര്യം അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ തീരത്തുകൂടി ഇങ്ങനെ വഴിയുണ്ട്. നമുക്ക് അതിൻ്റെ തീരത്തുകൂടെ നടന്ന് ആ തടാകത്തിൻ്റെ വശങ്ങളിലൂടെ നടന്ന് നമുക്ക് ആ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്നത് പോലെ നമുക്കവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഒരു പ്രദേശം തന്നെ ഒറ്റ വ്യൂവിൽ നമുക്കത് കാണാൻ സാധിക്കും. കാര്യം നല്ല വെയിലുള്ള ഒരു സമയത്താണെങ്കിൽ പോലും നമുക്ക് ആ വ്യൂ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. അവിടെ വരുന്നവർക്ക് നേരിട്ടത് ആസ്വദിക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഈ തടാകത്തിനുള്ള ശുദ്ധജലമാണ് ഈ ശാസ്താംകോട്ട പരിസര പ്രദേശങ്ങളിലും കൊല്ലം ടൗണിലുമൊക്കെ എത്തിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ തടാകത്തിനുണ്ട്. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, തടാകത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, കുട്ടികളുമായൊക്കെ വരുന്നവർ. കാര്യം അതിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് സമാധാനപരമായി കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വരുന്നവർ ഒരു കാരണവശാലും അതിൻ്റെ പരിസരമോ കാര്യങ്ങളോ ഒന്നും വൃത്തികേടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ വേസ്റ്റുകൾ ഇടാൻ പ്രത്യേകം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നിക്ഷേപിക്കുകയും ആ പരിസരവും കാര്യങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ വരുന്നവർ നമുക്കും കൂടെ ഉത്തരവാദിത്തമാണത് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അത്രയും നല്ല ഒരു മനോഹരമായ ഒരു സ്ഥലവും കാഴ്ചയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.